വളരെ രസകരമായൊരു സംഗതി അടുത്ത കാലത്തല്ല കുറച്ച് നാളായിട്ട് അതിങ്ങനെ മാധ്യമങ്ങളിലും പല സ്ഥലത്തും ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് എവിടെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കണില്ല, ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് മധുരം ഇഷ്ടം പോലെ കഴിച്ചോളൂ, എന്നിട്ട് കുറച്ച് എക്സസൈസും ഒക്കെ ചെയ്താൽ മതി, എന്നിട്ട് കുറച്ച് മരുന്നും ഉണ്ടെന്ന് തോന്നുന്നു, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഡയബറ്റീസ് കുറഞ്ഞതായിട്ട് ആൾക്കാർ പറയുന്നു, അനുഭവ സാക്ഷ്യങ്ങൾ പറയുന്നു. ഇതെന്തെങ്കിലും വാസ്തവമുണ്ട്? അത് നമ്മൾക്ക് ലോജിക്കലി അതങ്ങോട്ട് സെറ്റ് ആവണില്ല. ഈ പറഞ്ഞതൊരു കോൺട്രവേഴ്സ്യൽ ഒരു വിഷയമാണ്. അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനായിട്ടുള്ള ഒരു അർഹത എനിക്കുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിലും ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് പറയാം, ഈ ലഡു ഇഷ്ടം പോലെ കഴിക്കാനായിട്ട് ആരും റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ വ്യായാമം ചെയ്യാനുള്ള ഇൻസെൻറ്റീവ് പോലെ ആയിരിക്കും ഒരു പക്ഷേ ഒരു റെക്കമെൻഡേഷൻ വന്നിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ ഷുഗർ ഒരു പരിധിവരെ കുറയും. അപ്പോൾ നല്ലവണ്ണം വ്യായാമം ചെയ്ത് ഷുഗർ കുറയുമ്പോൾ അതിനൊപ്പം കോമ്പൻസേറ്റ് ചെയ്ത് ലഡുവോ അല്ലെങ്കിൽ മധുരമോ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അല്ല, ലഡുവിന് അളവുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ലഡു മാത്രം കഴിക്കുക എന്നുള്ളതല്ല, അതിലെ നമ്മൾ കൂടുതലായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട വ്യായാമം ചെയ്യാനുള്ള ഒരു പ്രചോദനം അതാണ് നമ്മളവിടുത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം. അല്ലാതെ ലഡു കഴിക്കുക വ്യായാമം ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല. നമ്മൾ വ്യായാമം കൂടുതൽ ചെയ്യുക, ലഡു ഞാനതിനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ലഡു കഴിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ, വ്യായാമം ഉണ്ടാവും. നമ്മൾ രോഗികളോട് പറയുന്ന ലഡു കഴിക്കാനൊന്നും പാടില്ല, മധുരമൊന്നും കഴിക്കാൻ പാടില്ല, ഒരു ഷോർട്ട് കട്ടുമില്ല. വ്യായാമം ചെയ്യുക, ഡയറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, എല്ലാ മധുരങ്ങളും ഒഴിവാക്കുക. നമുക്കതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഓക്കെ ഡോക്ടർ, അതുപോലെ ഈ 120 ഷുഗർ ഫാസ്റ്റിംഗ് ആണ് ഡയബറ്റീസിൻ്റെ തുടക്കം, അല്ലെങ്കിൽ ഡയബറ്റീസിൻ്റെ ഉയർന്ന പരിധി എന്ന് ഡോക്ടർ പറഞ്ഞു. 120 മേലെയാണെങ്കിൽ ഡയബറ്റീസ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പ്രീ ഡയബറ്റീസ്. എന്താണതെന്നൊന്ന് പറയാമോ? പ്രീ ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രീ ഡിഗ്രി എന്ന് കേട്ടില്ലേ? പ്രീ ഡിഗ്രി എന്താണ്? ഡിഗ്രിക്ക് മുമ്പുള്ളൊരവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് ആകാൻ സാധ്യതയുള്ള ആൾക്കാരുടെ ഒരു മുൻ അവസ്ഥയാണ് പ്രീ ഡയബറ്റീസ്. നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. അതായത് നമ്മൾ ബ്ലഡിലെ ലെവൽ പരിശോധിക്കുക. 126 ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കട്ട് ഓഫ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഷുഗർ ഉണ്ടെന്ന് പറയാനായിട്ട്. അപ്പം 125 താഴെ 125 വരെ, അതായത് 100 തൊട്ടൊരു 125 വരെ ഫാസ്റ്റിംഗ് ഷുഗർ ഉണ്ടെങ്കിൽ പ്രീ ഡയബറ്റീസ് എന്ന് പറയും. 126 മുകളിൽ കയറിയ ഡയബറ്റീസായി. അപ്പോൾ 100 തൊട്ട് 125 വരെയുള്ള ആൾക്കാരെല്ലാം ഇംപെയർഡ് ഫാസ്റ്റിംഗ് എന്ന് പറയും. അവരൊരു പ്രീ ഡയബറ്റീസുകാരാണ്. അതുപോലെ വേറൊരു പ്രീ ഡയബറ്റീസുകാരാണ് നമ്മുടെ ഈ ആഹാരത്തിന് ശേഷം നോക്കുമ്പോൾ 141 തൊട്ട് 200 വരെയുള്ള ആൾക്കാർ. 200 മുകളിൽ കയറിയ ഡയബറ്റീസാണ്. അപ്പോൾ 141 തൊട്ട് 200 വരെ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ 199 വരെയുള്ള ആൾക്കാർ ഇംപെയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ഇംപെയർഡ് ഫാസ്റ്റിംഗ്, ഇംപെയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ്, അതായത് ഫാസ്റ്റിംഗ് ഷുഗർ 100 തൊട്ട് 125 വരെയും ആഹാരം കഴിച്ച് 2 മണിക്കൂറിന് ശേഷം നോക്കുമ്പോൾ 141 തൊട്ട് 199 വരെയുള്ള ആൾക്കാർ പ്രീ ഡയബറ്റീസ് കാറ്റഗറിയാണ്. എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ നാളെ ഭാവിയിൽ ഡയബറ്റീസ് ഡിഗ്രിയിലേക്ക് പാസ്സാകാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ വേണമെങ്കിൽ ഡയബറ്റിക് സാധ്യതയുള്ള ആൾക്കാരാണ്. അപ്പം നമ്മുടെ ഇടയ്ക്കൊക്കെ നമ്മൾ രക്തം പരിശോധിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പ്രത്യേകിച്ചും ഫാമിലിയിൽ ആർക്കെങ്കിലും ഷുഗർ ഉണ്ട്, ഒരു 40 വയസ്സിന് മുകളിൽ പ്രായമായെങ്കിൽ വല്ലപ്പോഴൊക്കെ ഫാസ്റ്റിംഗ് ഷുഗർ ചെക്ക് ചെയ്യുക. പ്രീ ഡയബറ്റീസ് ലെവലിൽ നമ്മൾ എത്തി. അതുപോലെ വേറൊരു പരിശോധന HbA1c ആണ്. HbA1c നമ്മൾ 6.5 മുകളിൽ ഡയബറ്റീസ് ഉണ്ട്. അപ്പോൾ 5.7 to 6.4 അഗെയിൻ പ്രീ ഡയബറ്റീസ് ആണ്. അപ്പോൾ HbA1c 5.7 to 6.4 ആണെങ്കിൽ നമ്മൾ അധികം സന്തോഷിക്കേണ്ട, പ്രീ ഡയബറ്റിക് റേഞ്ചിലാണ്. നാളെ നമ്മൾ ഡയബറ്റീസ് ഡിഗ്രി നമ്മളെ തേടിയെത്താം. അതുകൊണ്ട് ഈ 3 കാറ്റഗറി, ഫാസ്റ്റിംഗ് ഷുഗർ, ആഹാരശേഷമുള്ള ഷുഗർ, HbA1c, ഇത് 3ഉം നോർമലിന് മുകളിലും എന്നാൽ അബ്നോർമലിന് തൊട്ട് താഴെയുമാണെങ്കിൽ നമ്മൾ പ്രീ ഡയബറ്റീസ് ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ പ്രീ ഡയബറ്റീസുകാരെ നമുക്ക് കൃത്യമായൊരു വ്യായാമം, അതുപോലെ ആഹാരക്രമം, അതുപോലെ ചിലപ്പോൾ ചില മരുന്നുകൾ, വെയിറ്റ് കുറയ്ക്കാനുള്ള മരുന്നുകൾ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 തൊട്ട് ഒരു 10 വർഷം വരെ നമുക്ക് ഡയബറ്റീസ് ഡിഗ്രിയിൽ നിന്ന് മാറി നിൽക്കാം. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. നേരത്തെ കണ്ടുപിടിക്കാം. അതുപോലെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രീ ഡയബറ്റീസുകാർക്ക് ഹാർട്ടിന് അസുഖം വരാം. ഡയബറ്റീസ് ഉള്ളവർക്ക് ഹാർട്ടിന് അസുഖം വരാനുള്ള സാധ്യത പോലെ തന്നെ പ്രീ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്കും ഹൃദ്രോഗം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രീ ഡയബറ്റീസ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വ്യായാമമൊക്കെ ചെയ്ത്, കൊളസ്ട്രോളൊക്കെ ചെക്ക് ചെയ്ത്, ഷുഗറൊക്കെ ഇടയ്ക്കൊക്കെ നോക്കി വളരെ മാതൃകാ ലൈഫ് സ്റ്റൈലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നേട്ടങ്ങളുണ്ട്. ഓക്കെ ഡോക്ടർ, അതുപോലെ ഡോക്ടർ തുടക്കത്തിൽ ഡയബറ്റീസിൽ വരുന്ന കോംപ്ലിക്കേഷൻസിൻ്റെ കാര്യം പറഞ്ഞപ്പം കാലിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ അതിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പാദരക്ഷകളുണ്ടെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ഈ ഡയബറ്റിക് ഫുഡിനൊക്കെ ധരിക്കുന്ന പാദരക്ഷകളെക്കുറിച്ചൊന്ന് പറയാം. തീർച്ചയായിട്ടും. ഇപ്പം ഇപ്പോഴത്തെ നമ്മുടെ ചികിത്സ എന്ന് പറഞ്ഞാൽ ഷുഗർ മാത്രം ചികിത്സിക്കുക എന്നുള്ളത്, രക്തപരിശോധന മാത്രം നോക്കിയിട്ട് ഷുഗർ നോക്കുക എന്നുള്ളതല്ല ഇപ്പോഴത്തെ ചികിത്സ എന്ന് പറഞ്ഞാൽ. ഒരു കോംപ്രഹെൻസീവ് ഹെൽത്ത് കെയർ എന്ന് പറയും. അതായത് നമ്മൾ പ്രമേഹം ഏതൊക്കെ അവയവങ്ങളെ ബാധിക്കാം, എന്തൊക്കെ ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്, ഇതെല്ലാം നോക്കിയിട്ട് പ്രിവൻറ്റീവ് മെഷേഴ്സ് എടുക്കുക. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് കൺസെപ്റ്റ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡയബറ്റീസിൻ്റെ കാല്. നമുക്കറിയാം, ഇപ്പം കാലുകൾ
ഡയബറ്റിക് ന്യൂറോപ്പതി വന്നു കഴിഞ്ഞാൽ കാലിൽ മുറിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മുറിവുകൾ വന്നു കഴിഞ്ഞാൽ മുറിവുകൾ പഴുത്ത് ഉണങ്ങാതിരിക്കാം. അത് ചിലപ്പോൾ നമ്മുടെ വിരലുകൾ അല്ലെങ്കിൽ കാല് തന്നെ പോകാം. അപ്പോൾ അത് ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയൊരു ഒരു ട്രാജഡിയാണ്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള ഏറ്റവും നല്ലൊരു കാര്യം, മഹനീയമായൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ആശയം മുൻനിർത്തിയാണ് ഇപ്പോൾ ഡയബറ്റിക് ഫുഡ് കെയർ ക്ലിനിക്കുകളൊക്കെ മിക്കവാറും എല്ലാ നല്ല ലീഡിങ് ഹോസ്പിറ്റൽസിലും തുടങ്ങിയിട്ടുണ്ട്. ഡയബറ്റിക് ഫുഡ് കെയർ ക്ലിനിക്കുകൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ നമ്മുടെ ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസൊക്കെ നോക്കിയിട്ട് നമ്മുടെ കാലിൻ്റെ രക്തഓട്ടം അല്ലെങ്കിൽ കാലിൻ്റെ ന്യൂറോപ്പതിയുടെ റിസ്ക്കൊക്കെ നോക്കും. അതിനൊക്കെ റിസ്ക് ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക പാദരക്ഷകൾ കൊടുക്കും. ഈ പാദരക്ഷ എന്ന് പറഞ്ഞാൽ പ്രത്യേകതരം എയർ കൊണ്ട് നിർമ്മിച്ച മൈക്രോസിലെ റബ്ബർ എന്ന് പറയും. അതായത് എയറും റബ്ബറും കൂടെ മിക്സ് ചെയ്ത പ്രത്യേക ഇൻസോളുള്ള ചെരുപ്പാണ്. അപ്പോൾ അതിൽ ചവിട്ടുമ്പോഴത്തേക്കും നമ്മൾ കാലിലുണ്ടാകുന്ന ഈ തഴമ്പുകൾ, ക്യാലസുകൾ ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. കാരണം എല്ലായിടത്തും ഈവൻ പ്രഷറായിരിക്കും. അതുപോലെ ഈ കാലിൽ തൊട്ടാൽ അറിയത്തില്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനത്തെ ചെരുപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് കാരണമുണ്ടാകുന്ന മുറിവുകൾ ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഡയബറ്റിക് ഫുഡ് വെയർ ഇപ്പോൾ എല്ലാ ലീഡിങ് ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ഉപയോഗിക്കുന്നത് നല്ലതാണ്. പിന്നെ എല്ലാം അവൈലബിൾ ആണ് ഇപ്പോൾ. അപ്പോൾ അതൊക്കെ ശരിക്കും നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഓക്കെ ഡോക്ടർ, ഇന്നത്തെ നമ്മുടെ ഡോക്ടർ സ്റ്റോക്കിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഡിസ്കഷൻ ഡോക്ടർ ജോയ്സൺ എബ്രഹാം, അദ്ദേഹം എറണാകുളം ലൂർദ് ഹോസ്പിറ്റൽ ഡയബറ്റോളജിസ്റ്റാണ്. അദ്ദേഹം വളരെ ലളിതമായിട്ടും വിശദമായിട്ടും ഡയബറ്റീസിനെ കുറിച്ച് സാധാരണ പറയാത്ത കുറേയധികം വിശേഷങ്ങളാണ് ഇന്നിവിടെ പറഞ്ഞത്. ഡയബറ്റീസിൻ്റെ കണ്ടുപിടിക്കുന്നത് എങ്ങനെ, പരിശോധനകൾ എന്തെല്ലാം, ഫുഡിൽ നമ്മൾ ഡയബറ്റിക് ഫുഡുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന പാദരക്ഷകൾ, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നിവിടെ സംസാരിച്ചത്. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് ഗർഭകാലത്തെ പ്രമേഹത്തെക്കുറിച്ചാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു ഡോക്ടർ പറഞ്ഞത്. ഏതായാലും ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിലിലേക്ക് എഴുതുക. doctorstock@kairalitv.in ആണ് ഞങ്ങളുടെ ഇമെയിൽ ID. പ്രോഗ്രാമിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ.